ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ മഴക്കാലമാണ്. ഏറ്റവും വലിയ പ്രശ്നം തുണി ഉണക്കലാണ്. വെളിയിൽ അയലിലിട്ട് തുണി ആറ്റുന്നതിൻ്റെ ഗുണമൊന്നും വേറെ തന്നെയാണ്. എന്നാൽ മഴക്കാലത്ത് ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണ് വരാന്തയിലും കിടക്കുന്ന മുറിയിലും വരെ തുണി ആരിടേണ്ടി വരുന്നത്. അത് വലിയ ആരോഗ്യ പ്രശ്നമുണ്ടാകും. മഴക്കാലത്ത് പുറത്ത് അയലിൽ മഴ നനയാതെ തുണി ഉണക്കാനുള്ള ഒരു വിദ്യയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വേണ്ടത് നമ്മുടെ വരാന്തയിൽ നിന്നും പുറത്തുള്ള തെങ്ങോ മറ്റ് പോസ്റ്റിലോ ഒരു പ്ലാസ്റ്റിക് ചരട് അയലായി വലിച്ചു കെട്ടുക. അതിൻ്റെ രണ്ടറ്റത്തും ഒരടി ഉള്ളിലായി ഓരോ പഴയ വള കെട്ടിവെക്കണം. ഇനി ചെയ്യേണ്ടത് വരാന്തയിലെ വളയിൽ കൂടി മറ്റൊരു പ്ലാസ്റ്റിക് കയർ കടത്തി തെങ്ങിൻ്റെ അറ്റത്തുള്ള വളയിൽ കൂടി കോർത്തെടുത്ത് വരാന്തയിലെ വളയിൽ കൂടി കടത്തിയെടുക്കണം. 5 മീറ്ററാണ് 2 വളകൾ തമ്മിലുള്ള അകലമെങ്കിൽ 5, 3, 15 എക്സ്ട്രാ 2 മീറ്ററും കൂടി 17 മീറ്റർ ചരടെടുക്കണം. വരാന്തയിലെ വളയിൽ കൂടി ചരടിൻ്റെ ഒരറ്റം 1 മീറ്റർ വെച്ച് ബാക്കി ഭാഗം കോർത്തെടുത്ത് മറുഭാഗത്ത് ആക്കണം. ഇനി വേണ്ടത് ആവശ്യത്തിന് ഹാങ്കർ അയലിൽ തൂക്കിയിടുകയാണ്. ഈ ഹാങ്കറുകൾ ഓരോന്നും ഒരടി അകലത്തിൽ ചെറിയൊരു ചരടെടുത്ത് കെട്ടിക്കൊടുക്കണം. ഇനി അധികം ചരടുള്ള ഭാഗത്ത് അറ്റത്തെ ഹാങ്കർ കൂട്ടിക്കെട്ടണം. ചരട് തൂങ്ങിപ്പോകാതിരിക്കാൻ ഇടയ്ക്ക് ഓരോ വള ഇടുന്നത് നല്ലതാണ്. ഹാങ്കർ ഇല്ല എങ്കിൽ ഒരടി നീളമുള്ള വടി കഷ്ണമെടുത്ത് ചെറിയ ചരട് കൊണ്ട് വലിക്കുന്ന ചരടിൽ കെട്ടിക്കൊടുത്താലും മതി. ഇനി നമുക്ക് സാവധാനം വലിച്ചു നോക്കാം. ഹാങ്കർ ഓരോന്നായി പുറത്തേക്ക് നീങ്ങുന്നത് കണ്ടോ? മറ്റേ കയർ വലിച്ചാൽ വരാന്തയിലേക്ക് തിരിച്ചു വരുന്നു. ഇനി ഷർട്ടൊക്കെ ഹാങ്കറിൽ ഇട്ടിട്ട് വലിച്ചു നോക്കാം. മഴ വരുമ്പോൾ നമുക്ക് വെളിയിൽ ഇറങ്ങാതെ തന്നെ തുണിയെല്ലാം വരാന്തയിലേക്ക് വലിച്ചു കയറ്റാം. ഇതുപോലെ വലിയ ബെഡ്ഷീറ്റുകളും ഇതിൽ ആറിയിടാം. ഷീറ്റിന്റെ അറ്റം വലിക്കുന്ന ചരടുമായി ഒരു സേഫ്റ്റി പിന്ന് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. അപ്പോൾ അതും ഓക്കെ. ഇനി നമുക്ക് മഴക്കാലത്തും ധൈര്യമായി തുണി അയലിൽ ആറിയിടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. ഒപ്പം സബ്സ്ക്രൈബും ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക.